ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ നിസാൻ മാഗ്നറ്റിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റായ ടെക്ന വേരിയൻ്റാണ്. ശരിക്കും ടോപ്പ് എൻഡ് ടെക്ന പ്ലസ് ആണ്. പക്ഷേ ഈ ടെക്ന വേരിയൻറ്റിൽ തന്നെ ടോപ്പ് എൻഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നിസാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ടോപ്പ് എൻഡിൽ നമുക്ക് ഈ വേരിയൻറ്റിനെ തന്നെ വിളിക്കാം. നിസാൻ മാഗ്നറ്റിൽ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയൻറ്റും ഈ ഒരു ടെക്ന വേരിയൻ്റാണ്. അതുപോലെ തന്നെ ഒരു നിസാൻ മാഗ്നറ്റ് വേണം, അതിനകത്ത് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ വേരിയൻറ്റെങ്കിലും എടുക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ മാഗ്നറ്റ് എടുക്കാൻ പോകുന്നവർ ഒരു 10 ലക്ഷം തൊട്ട് 13 ലക്ഷം രൂപ ബഡ്ജറ്റാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ഈ വേരിയൻറ്റ് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. കാര്യം 10 ലക്ഷം രൂപയിലെ മാനുവൽ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ടോപ്പ് എൻഡ് CVT ഏകദേശം 13,80,000 രൂപയ്ക്കാണ് എൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, അതുപോലെ തന്നെ 2024 മാനുഫാക്ചർ ചെയ്ത കുറച്ച് നിസാൻ മാഗ്നറ്റ് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതിന് എത്ര രൂപയുടെ പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ട്, എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുമെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ മാഗ്നറ്റ് ടെക്ന വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു മാഗ്നറ്റ് എടുക്കുന്നു, നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും എൻജോയ് ചെയ്യണമെങ്കിൽ മിനിമം ഈ ഒരു ടെക്ന വേരിയൻറ്റെങ്കിലും എടുക്കേണ്ടി വരും. കാര്യം ടോപ്പ് എൻഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ട് 1-2 ഫീച്ചേഴ്സാണ് മിസ്സിംഗ് ഉള്ളൂ. പക്ഷേ പ്രൈസിൽ ഏകദേശം 40,000 രൂപയുടെ കുറവും നിങ്ങൾക്ക് ടെക്ന വേരിയൻറ്റിൽ ലഭിക്കും. അതുപോലെ തന്നെ കളറ്, എൻ്റെ അഭിപ്രായത്തിൽ മാഗ്നറ്റിലെ ഏറ്റവും ബെസ്റ്റ് കളർ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റോഡിൽ കാണാവുന്ന ഒരു കളറും ബ്ലാക്കാണ്. ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വരുന്ന ഒരു എല്ലാ ഫീച്ചേഴ്സും മാഗ്നറ്റിൽ ഈ ഒരു വേരിയന്റിൽ നിസാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആകെ ഒരു മിസ്സിംഗ് ആയിട്ട് വരുന്നത് നമുക്ക് ആ സൺറൂഫ് മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ ഫീച്ചേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് DRL കൊടുത്തിരിക്കുന്നു. നമുക്ക് എൻ കണക്റ്റ വേരിയൻ്റ് തൊട്ടിട്ടാണ് DRL വരുന്നത്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് LED പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഫോഗ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ഒരു ഗ്രില്ല് 2024 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ വന്നൊരു ചേഞ്ചാണ്. ആ ഒരു ഗ്രില്ലിൽ ആ ഒരു സിൽവർ ഫിനിഷൊക്കെ എല്ലാ ബേസ് വേരിയൻറ്റോട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നടുക്ക് നിസാൻ്റെ പുതിയ ലോഗോ. നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഏകദേശം 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു വാഹനമാണ് മാഗ്നറ്റ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുതിയ ഡിസൈനിലുള്ള അലോയ് വീൽസ്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. ടെക്ന വേരിയൻറ്റിലെ എല്ലാ വേരിയൻറ്റുകളിലും ഈ ഒരു അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. ഇവിടെ നമുക്കൊരു വീൽ ക്യാപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഡെലിവറി ടൈമിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. മിറേഴ്സിൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് 360 ക്യാമറ കാണാം. ഈ ഒരു വേരിയൻ്റ് തൊട്ടിട്ടാണ് നമുക്ക് 360 ക്യാമറയുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ക്രോം ഇൻസേർട്ടോട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് കീലെസ് എൻട്രിയുടെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാക്ക് അവേ ലോക്ക് ആൻഡ് അൺലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുകയും വാഹനത്തിൽ നിന്ന് ദൂരെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുകയും ചെയ്യുന്നൊരു ഫീച്ചറാണത്. ഡോർ പാനിന് താഴെയായിട്ട് ഒരു വൈറ്റ് ഫിനിഷിൽ ഡോർ ക്ലാഡിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെയും നമുക്ക് വിൻഡോ ലൈനിൻ്റെ താഴെയും ഒരു ക്രോം ഇൻസെറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം. അത് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നതാണ്. ഗ്ലാസ്സുകൾ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ടോപ്പിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷിൽ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത് സൺറൂഫാണ്. സൺറൂഫും കൂടി ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പക്ഷേ ഇപ്പോൾ പല മാനുഫാക്ചേഴ്സിൻ്റെ പല വാഹനങ്ങളും ആളുകൾ വാങ്ങാനുള്ള ഒരു റീസണും സൺറൂഫ് തന്നെയാണ്. ഇപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലെ ഡോർ ഹാൻഡിൽ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കാണാവുന്നതാണ്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ 2024 വന്നൊരു അപ്ഡേറ്റ് ശരിക്കും ഈ ഒരു ടൈലൈറ്റിലാണ്. ടൈലൈറ്റ് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ടെക്ന വേരിയൻറ്റാണ് ആ ന്യൂ ടൈലൈറ്റ് കാര്യങ്ങൾ വരുന്നത്. അത് നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റോപ്പ് ലൈറ്റും LED ആയിട്ട് വരുന്നു. പക്ഷേ അതിനകത്തുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബാക്കിൽ നമുക്ക് ഒരു സ്പോയിലർ വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ടാണ് വരുന്നത്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ് വരുന്നത്. അവിടെ നിസാൻ്റെ ആ ഒരു ലോഗോ കാര്യങ്ങളാണ്. മാഗ്നറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്. ഇത് AMT ആണ്. അതിൻ്റെ ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാക്കിലും ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. അവിടെ താഴെ നമുക്ക് റെഡിഷ് കളറുള്ള റിഫ്ലക്റ്റേഴ്സ് കാണാം. പലരും ആ റിഫ്ലക്റ്റേഴ്സ് മാറ്റിയിട്ട് അതൊരു
ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരുന്ന് കണ്ടിട്ടുണ്ട്, ഒരു ഇൻഡിക്കേഷനോട് കൂടിയത്. അതെന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റിന് ടോപ്പിലായിട്ടാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ വേരിയൻറ്റിൽ 360 ക്യാമറ വരുന്നുണ്ട്. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 340 ലിറ്ററിൻ്റെ വലിയ ബൂട്ടുകളാണ് ശരിക്കും മാഗ്നറ്റിലുള്ളത്. നമുക്ക് ബാക്കിലൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. പാഴ്സൽ ട്രേ കാണാം. സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കിലേക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ വീലുകളാണ് ശരിക്കും സ്പെയർ വീലായിട്ട് വരുന്നത്. അത് 165/80R14 ഇഞ്ചിൻ്റെ വീൽസാണ്. അതൊരു റെഡ് മീൻസ് കളറോട് കൂടിയൊക്കെയാണ് സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ജോബ് ഡൺ, അതായത് പഞ്ചർ കാര്യങ്ങളായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സർവീസ് സെൻറ്റർ എത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 വശത്തും റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ്. അതും ഒരു പ്രീമിയം ഇൻറ്റീരിയർ എന്ന് പറയാം. ടോപ്പ് ബ്ലാക്ക് ഫിനിഷിൽ, സെൻറ്ററിൽ ഒരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഒരു ലെതർ ഫിനിഷിലാണ്, സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റ് കളറിൽ ഫസ്റ്റ് ആയിട്ടാണ് ഇവിടെയൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഡോർ പാഡിലേക്കും ആ ഒരു സെയിം ലെതർ ഫിനിഷ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അകത്തായിട്ടൊരു ഓറഞ്ച് ഫിനിഷിലൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മാഗ്നറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. നമുക്കിവിടെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റുകളും നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ വശങ്ങളിലായിട്ട് നമുക്ക് ലെതർ ഫിനിഷും സെൻറ്ററിൽ ഒരു ഫാബ്രിക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെൻറ്റർ ആംറസ്റ്റ് പോലും ആ ഒരു വൈറ്റ് ലെതർ ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ AMT വേരിയൻ്റാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡ് പെഡൽ കാണാം. ഒരു പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. സെപ്പറേറ്റ് ആയിട്ട് മാറി നമുക്ക് കാല് റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ വശത്ത് നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷ് കാണാം. ശരിക്കും ഈ ഡോർ അടച്ച് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 360 വ്യൂവിൽ നമുക്ക് ആ ഒരു ലെതർ ഫിനിഷ് കാണാവുന്നതാണ്. ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തു. ടെക്ന വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രീമിയം ഇൻറ്റീരിയർ. ഈ സെഗ്മെൻറ്റിലെല്ലാം നെക്സ്റ്റ് സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയർ ആണ് ശരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ശരിക്കും നമ്മുടെ ടച്ച് ആൻഡ് ഫീൽ വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷനലായിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. ഈ കീയിൽ നമുക്ക് വാക്ക് അവേ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഫീച്ചറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫംഗ്ഷനിലായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത് ഈ AMT വേരിയന്റിൽ. ഇതിന്റെ മാനുവൽ ആണെങ്കിലും ടർബോ മാനുവൽ ആണെങ്കിലും ടർബോ CVT ആണെങ്കിലും നമുക്ക് ഈ ടെക്ന വേരിയന്റിൽ ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കൂടിയും വരുന്നുണ്ട്. AMTയിൽ ക്രൂസ് കൺട്രോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള 8 ഇഞ്ചിന്റെ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ക്ലാരിറ്റിയോടുകൂടി ഒരു സ്ക്രീനാണ്. അതിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് ലൈറ്റിംഗ് ഫീച്ചറോടുകൂടി എഞ്ചിൻ ടെമ്പറേച്ചറും വലതുവശത്ത് ഫ്യൂവലിൻ്റെയും ആ ഒരു ലൈറ്റിംഗ് ഫീച്ചറോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രാഫിക്സ് കാര്യങ്ങളാണ്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഫീച്ചേഴ്സ് ചേഞ്ച് ആവുന്നത് കാണാം. ഇത് നമ്മളുടെ ഫ്യൂവൽ എക്കോണമി ഉള്ള ആവറേജ് ഫ്യൂവൽ പോലെയുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്കൊരു ഡ്രൈവ് കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും, അതിന് എത്ര ഫ്യൂവൽ കൺസ്യൂമായി, അങ്ങനെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്കിപ്പോൾ TPMS കാണാം. അത് നല്ല ഗ്രാഫിക്സോടുകൂടി ഓരോ ടയറിനും എത്ര ഉണ്ട് എന്നത് കറക്റ്റായിട്ട് അറിയാനായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഡിമ്മിങ് കൺട്രോളാണ്. അതായത് ഈ ക്ലസ്റ്റർ ഇത് സർവീസിൻ്റെ ഇൻഫർമേഷൻസ്, പിന്നെ ഡിമ്മിങ് കൺട്രോൾസ്, അത് ഈ ക്ലസ്റ്ററിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ വേണ്ട ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡീഷണലായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് TPMS ആണ്. ആ TPMS എന്തായാലും നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പഴയ മാഗ്നറ്റിൻ്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. ടോപ്പിലായിട്ട് നമ്മുടെ AC വെൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അകത്തെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. AC വെൻസിൻ്റെ കൺട്രോളിൽ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. അതിന് താഴെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സോഫ്റ്റ് ടച്ച് ആണ്, ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്കൊരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സ്ക്രീനാണ്. നല്ല മ്യൂസിക് ക്ലാരിറ്റി ഉണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം ട്യൂൺ ചെയ്തിരിക്കുന്നത് ആർക്കമിസ് ആണ്.
അത് 4 സ്പീക്കറും 2 ട്യൂട്ടറും ഉണ്ട്. ട്യൂട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ കോർണറിലായിട്ടാണ്, 2 വശത്തും കോർണറിലായിട്ടാണ് ട്യൂട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. ഇപ്പോൾ USB കണക്ട് ചെയ്ത് വീഡിയോ കാര്യങ്ങളെല്ലാം പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് 360 ക്യാമറയുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ടുള്ള ക്യാമറയുടെ ഫീച്ചറും വരുന്നുണ്ട്. 360 ക്യാമറ വലിയ ക്ലാരിറ്റി ഉള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് അടുത്തുള്ള സാധനങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിൻ്റെ ഒരു 360 ക്യാമറ ബിൽറ്റ് ഇൻ ആയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾ മിനിമം ഈ ടെക്ന വേരിയൻ്റെങ്കിലും ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഹസാർഡ് ലൈൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡീഫോഗറിൻ്റെ ബട്ടൺ കാണാം. ബാക്കിലെ ഡീഫോഗറിൻ്റെ ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അത് നല്ല ഭംഗിയുള്ള രീതിയിലാണ് വരുന്നത്. ഇത് നമ്മളുടെ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിനകത്ത് ആ ഇൻഡിക്കേഷൻസ് കാണാം. ഇത് നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതിനൊരു റോട്ടറി സ്വിച്ച് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നത് കാണാം. ഇത് നമ്മളുടെ ഫാനിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് അതിനകത്ത് ഇവിടെ AC മറ്റ് സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഇതിനകത്ത് ആ ഒരു ബട്ടണും കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റും ഒരു ഇലുമിനേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു താഴെ ഇവിടെ 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, USB കണക്ട് ചെയ്യാൻ. ഇവിടെ നമുക്ക് വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇത് നമ്മുടെ AMT ഗിയർ ലിവർ കാണാം. അതിൻ്റെ ടോപ്പിലെല്ലാം നമുക്കൊരു ക്രോം ഫിനിഷ് കാണാം. ആ ഗിയർ ലിവറിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, സെൻറ്റർ ആംറസ്റ്റ് ലെതർ ഫിനിഷോട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആംറസ്റ്റ് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ടോപ്പിലായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്ററിലെ റീഡിംഗ് ലൈറ്റ് നമുക്ക് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. LED റീഡിംഗ് ലൈറ്റുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. IRVMs എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്ന് തന്നെ പറയാം. മറ്റേ ഡ്രൈവർ സൈഡിലെ സൺവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. മിറർ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ മൈക്ക് കാര്യങ്ങൾ കറക്റ്റ് ഡ്രൈവറുടെ മുകളിലായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മാഗ്നറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രി വൈഡായിട്ട് തുറക്കാൻ പറ്റും. ബാക്ക് ഡോറിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട്. അതും ലെതർ ഫിനിഷ് ആയിട്ട് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല് കാണാം. ബാക്ക് യാത്രക്കാർക്ക് നമുക്ക് AC വെൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ടും കാണാവുന്നതാണ്. ബാക്ക് സീറ്റ് 60/40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷനോടുകൂടിയാണ് വരുന്നത്. സെന്റർ ആംറസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെന്റർ പാസിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല. 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഐസോഫിക് സ്റ്റൈൽ സീറ്റിന്റെ ഓപ്ഷൻസും കാണാവുന്നതാണ്. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ബാക്ക് ഡോറിന് ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. മാഗ്നറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് മാഗ്നറ്റ്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഇപ്പോൾ ഈ ടെക്ന വേരിയൻ്റ് TPMS പോലെ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ കൊടുക്കാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും മാഗ്നറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാഗ്നറ്റിൻ്റെ ഡോറൊക്കെ തുറന്നടയ്ക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വാഹനമാണ് മാഗ്നറ്റ്. ഈ സെഗ്മെൻറ്റിൽ ശരിക്കും മാഗ്നറ്റ് കോമ്പീറ്റ് ചെയ്യുന്ന ബ്രസേക്ക് ആയിട്ടാണ് എങ്കിലും പ്രൈസിൽ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സ്റ്റർ അല്ലെങ്കിൽ പഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നിസൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലെ കാറുകളായിട്ട് നോക്കുമ്പോൾ സെഗ്മെൻറ്റ് ബെസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് മാഗ്നറ്റിനെ വിളിക്കാം. ആ ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാർ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാഗ്നറ്റും കൂടി നോക്കുക. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ഈ ഒരു വേരിയൻറ്റ് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. 1 ലിറ്റർ എഞ്ചിനാണ്. അതിൻ്റെ നോൺ ടർബോ വേരിയൻറ്റിന് 72 bhp ആണ് പവർ വരുന്നത്. അത് വരുന്നത് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സിലാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20 km/ലിറ്ററൊക്കെയാണ്. റിയൽ ലൈഫിൽ AMT ആണെങ്കിൽ മാനുവൽ ആണെങ്കിൽ ഒരു 15-നും 16-നും ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ സെയിം 1 ലിറ്റർ എഞ്ചിനിൽ തന്നെ ടർബോ വരുന്നുണ്ട്. അതിന് 100 HP ആണ് പവർ വരുന്നത്.
മാഗ്നറ്റ് എടുക്കുന്നവർ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾ ടർബോ എടുക്കണമെന്ന് തന്നെയാണ് പറയുക. വെച്ചാൽ 1 ലിറ്റർ എഞ്ചിനേക്കാളും ശരിക്കും ഓടിക്കാൻ രസമുള്ള ഒരു എഞ്ചിൻ എൻ്റെ ടർബോ എഞ്ചിൻ തന്നെയാണ്. അത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അറൗണ്ട് 18 km/L മൈലേജ് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ CVT ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ മാനുവൽ ആണെങ്കിൽ ഒരു 13-നും 14-നും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 12 to 15 ആ ഒരു റേഞ്ചാണ് ഈ സെഗ്മെൻറ്റിൽ ഒരു എല്ലാ വാഹനങ്ങളും തരുന്ന മൈലേജ്. ഈവൻ പഞ്ചാണെങ്കിലും എക്സ്ട്രാ ഒക്കെ ആണെങ്കിലും കിട്ടുന്ന മൈലേജ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അങ്ങനെ നോക്കുമ്പോൾ മാഗ്നറ്റും ആ ഒരു സിമിലർ റേഞ്ചിലുള്ള മൈലേജ് നമ്മൾക്ക് തരുന്നുണ്ട്. മാഗ്നറ്റിൻ്റെ 2025 ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 2025 വന്നപ്പോൾ ചെറിയൊരു പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ട്. മാഗ്നറ്റിന് ബേസ് വിസിയ വേരിയൻറ്റിന്, അതായത് ബേസ് വേരിയൻറ്റ് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,15,000 രൂപയാണ്. ഈ ബേസ് വിസിയ വേരിയൻറ്റിൽ തന്നെ നമുക്ക് AMT അവൈലബിൾ ആണ്. അതിന് 7,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എല്ലാ ഓഫറും കണ്ടുള്ള ഓൺ റോഡ് പ്രൈസാണ്. ബേസ് വേരിയൻറ്റിന് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് 2025 മോഡലുകൾക്ക് 5,000 രൂപയുടെ ക്യാഷ് ഓഫറും 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ അവൈലബിൾ ആണ്. അതായത് 10,000 രൂപയുടെ ഓഫർ അവൈലബിൾ ആണ്. അഡീഷണലി 40,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. അത് നിങ്ങളൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രമാണ് 40,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും കൂടി നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്ന വേരിയൻ്റാണ്. ഈ ടെക്ന വേരിയൻറ്റിൻ്റെ നോൺ ടർബോ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റിന് 10,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു വാഹനം നോൺ ടർബോ കിട്ടണമെങ്കിൽ 10,50,000 രൂപ. ഇപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ്, ഈ AMT വേരിയൻറ്റിന് 11,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ടെക്ന വേരിയൻറ്റിൽ ടർബോ വരുന്നുണ്ട്. ടർബോ മാനുവലിന് 12,30,000 രൂപയും ടർബോ CVTക്ക് 13,80,000 രൂപയും ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ 2024 മാനുഫാക്ചർ ചെയ്ത കുറച്ച് കാറുകൾ അവൈലബിൾ ആണ്. അതും ഈ ടെക്ന വേരിയൻറ്റിൽ തന്നെ. അതിനകത്ത് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതിന് ഏകദേശം 1,00,000 രൂപയുടെ ഓഫറുണ്ട്. അതായത് ഇപ്പോൾ ടെക്ന AMT വേരിയൻറ്റ് 2024 ആണെങ്കിൽ നിങ്ങൾക്ക് 10,00,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. CVT ആണെങ്കിൽ 12,80,000 രൂപയ്ക്ക്. അതായത് 12,80,000 രൂപയ്ക്ക് 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനുള്ള ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു CVT ഓട്ടോമാറ്റിക് വേരിയൻ്റ് അവൈലബിൾ ആണ്. വളരെ ലിമിറ്റഡ് നമ്പേഴ്സുള്ള 1-2 വാഹനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ മാഗ്നറ്റ് നോക്കുന്നുണ്ട്, ഈ ഒരു വേരിയൻ്റാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പം എനിക്ക് തോന്നുന്നു എൻകണക്ടർ 2025 പ്രൈസിനൊക്കെ ടെക്നോയിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള വാഹനം നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിസാൻ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.